കാലം അനന്തമാണ്. അനന്തമായ കാലത്തിൻ്റെ പ്രതീകമാണ് നാഗങ്ങൾ. സർപ്പങ്ങളുടെ രാജാതിരാജനെ അനന്തൻ എന്നാണല്ലോ വിളിക്കുന്നത്. അന്തമില്ലാത്ത കാലത്തിൻ്റെ പ്രതീകമായ 1000 തലയുള്ള 1000 നാവുള്ള അനന്തൻ്റെ മേലെയാണല്ലോ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം. സർപ്പങ്ങളുടെ രാജാതിരാജനാണ് അനന്തനെങ്കിൽ തൊട്ടടുത്ത സ്ഥാനത്താണ് മറ്റൊരു സർപ്പരാജാവായ വാസുകി. ശ്രീ മഹാദേവനായ പരമശിവന്റെ കണ്ഠാഭരണമായ വാസുകി. വാസുകി പ്രതിഷ്ഠയുള്ള അത്യപൂർവം സർപ്പക്ഷേത്രങ്ങളിലൊന്നാണ് കുത്തുപാറ ആയില്യം കാവ്. എറണാകുളം ജില്ലയിൽ വാസുകി പ്രതിഷ്ഠയുള്ള ഏക സർപ്പക്കാവ് തൃക്കാക്കരയിലെ കുത്തുപാറ ആയില്യം കാവ്. IT നഗരമെന്ന നിലയിൽ അനുനിമിഷം വളർന്നു വികസിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കൊച്ചിയായി മാറിക്കഴിഞ്ഞ കാക്കനാട് ഇന്ന് ലോക ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് കാക്കനാട് തോപ്പിൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുത്തുപാറ ആയില്യം കാവ് 1000ഓളം വർഷങ്ങളുടെ പൗരാണിക പാരമ്പര്യമുള്ളതാണ്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ആയില്യം കാവ്. ഈ കാവ് വാസുകി പ്രതിഷ്ഠയുള്ളൊരു കാവാണ്. എറണാകുളം ജില്ലയിൽ വാസുകി പ്രതിഷ്ഠയുള്ള ഏക സർപ്പക്കാവ് ഇതാണ്. ഈ നാട്ടിലെ പലരും ഈ കാവ് എടുത്ത് മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഇത് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ 5 ജ്യോത്സ്യന്മാരെ വെച്ചിട്ട് പ്രശ്നം നടത്തിയ സമയത്ത് ഇത് വാസുകി പ്രതിഷ്ഠയുള്ള കാവാണെന്നും എറണാകുളത്ത് ശിവനെ നോക്കി നിൽക്കുന്നൊരു കാവാണെന്നും അതുകൊണ്ടിത് യാതൊരു കാരണവശാലും മാറില്ല എന്നും ഇതിനെ കാവും കുളവും എല്ലാം ഉള്ളൊരു നെരിയുള്ളൊരു കാവായതുകൊണ്ട് ഈ കാവ് ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതികൾ അഷ്ടമംഗല്യ പ്രശ്നപ്രകാരം നമ്മൾ ചെയ്യാൻ കാരണം.
ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, ജനങ്ങൾ തൊഴണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ തനിമയും കേരളത്തിൻ്റെ ഇത് മാത്രവുമായ ഒരു പ്രത്യേകതയാണ് സർപ്പക്കാവുകൾ. ഇന്ന് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും പ്രകൃതിയുടെ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അന്യം നിന്ന് പോകുന്ന ഈ സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, വരുന്ന തലമുറയുടെ ആവശ്യമാണ്. വിശ്വാസങ്ങൾക്കപ്പുറം വിശാലമായൊരു കാഴ്ചപ്പാട് ജീവിത ദിനചര്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരള തനിമയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരു നേർക്കാഴ്ചയായി നിൽക്കുകയാണ് കേരളത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ സർപ്പക്കാവുകൾ. അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കേരള സർക്കാരിനും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രംഗത്തുള്ളവർക്കും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് കേരള ബയോഡൈവേഴ്സിറ്റിയുടെ കീഴിൽ ഇതിന് വേണ്ട സംരക്ഷണവും പ്രൊട്ടക്ഷനും കൊടുക്കുവാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. അത് ശുഭ സൂചകമാണ്. അഷ്ടനാഗങ്ങളിൽ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാഗരാജാവാണ് വാസുകി. ശ്രീനാഗരാജാവായ വാസുകിയും നാഗയക്ഷിയമ്മയും ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്ന നാഗരാജ ദേവസ്ഥാനമായി പരക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുത്തുപാറ ആയില്യം കാവ്.
ഇപ്പം എല്ലാ മാസം ആയില്യത്തിനും 3 തിരുമേനിമാരും പുള്ളോത്തിയും വന്ന് പാടി ഭക്തജനങ്ങൾ ഇവിടെ വരുന്നു, തൊഴുന്നു, ആരാധിച്ച് പോകുന്നു. ഒരുപാട് ഭക്തർക്ക് ഇതിൽ നിന്ന് ഗുണമുണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ 8 പേർക്കെങ്കിലും ഇരട്ടക്കുട്ടികളുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളുടെ 2 കുട്ടികളെ ഇതിൻ്റെ മുന്നിൽ കൊന്ന് കിടത്തിയിട്ട് പറഞ്ഞു ഇതിന് വാസുകി എന്ന് പേരിടുകയാണെന്ന് പറഞ്ഞു. ഒരു കൊച്ചിന് വാസു, ഒരു കൊച്ചിന് സുഗി. ഞങ്ങളുടെ പ്രോപ്പർ ഞങ്ങൾ മധുരയിൽ നിന്നാണ്. പിന്നെ കേരളത്തിൽ സെറ്റിലായിട്ട് കുറേ കൊല്ലമായി. 3 കൊല്ലം മുമ്പേ ഞാൻ ഇവിടേക്ക് സ്ഥിരം വരാറുണ്ടായിരുന്നു. ഇവിടെ വരാറുള്ളത് അന്ന് പിള്ളേരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നാഗരാജാവിൻ്റെ അടുത്ത് വന്നിട്ട് കൊച്ചുങ്ങൾ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നും പുലർച്ചെ രാവിലെ 5 മണിക്ക് വന്ന് ഞാനിവിടെ വിളക്ക് വയ്ക്കുമായിരുന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ദൈവത്തിൻ്റെ പേരെന്ന് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2 കൊച്ചുങ്ങൾ കിട്ടി. അതുകൊണ്ട് ഇവന് വാസുവിനും ഇവന് സുഗിന്നും പേര് വെച്ചു. സർപ്പങ്ങളുടെ തിരുനാളായ ആയില്യം നാളിൽ ആയില്യം കാവിൽ നടത്തപ്പെടുന്ന തിരുനാളാഘോഷങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പാലക്കാട് കൽപ്പാത്തിയിലെ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം തന്ത്രിമുഖ്യൻ രത്നസഭാപതി ശിവമാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും കോട്ടയം കൂത്താപ്പാടി ഇല്ലത്ത് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭക്തി നിർമ്മലവും പരമപരിശുദ്ധവുമായ ആയില്യം തിരുനാളാഘോഷം തൃക്കാക്കര തോപ്പിൽ കുത്തുപാറ ആയില്യംകാവിൽ സംഘടിപ്പിച്ചു വരുന്നത്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലുള്ള ആയില്യംകാവിൽ എല്ലാ മാസവും ആയില്യത്തിന് പൂജ നടന്നു വരികയാണ്. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ഒക്കെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാറാരോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയും സന്താന ഭാഗ്യത്തിന് വേണ്ടിയും വിവാഹം തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ആയില്യം നാളിൽ വരാറുണ്ട്. ഇന്ന് കന്നി ആയില്യമാണ്. കേരളത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും സർപ്പ പ്രതിഷ്ഠകളുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ആയില്യം പൂജ നടന്നു വരികയാണ്. അതുകൊണ്ട് അതനുസരിച്ച് ഇന്ന് ഇവിടെയും കന്നി ആയില്യം വളരെ പ്രാധാന്യത്തോടെ നടക്കുകയുണ്ടായി. ഈ നാട്ടിലെയും എറണാകുളം ജില്ലയിൽ മാത്രമല്ല ഇതര ജില്ലകളിൽ നിന്നൊക്കെ ധാരാളം ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും ആയില്യംകാവ് സർപ്പ ദേവതകളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.